ഹലോ ഗായ്സ്, അപ്പോൾ ഞാൻ രാവിലെ അനീഷിൻ്റെ PR ആയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ഒന്ന് നിങ്ങളെല്ലാവരും അല്ല, അനീഷിനെ ഇഷ്ടപ്പെടാത്ത അനീഷിൻ്റെ ഹേറ്റേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങ് ക്ഷമിച്ചേക്ക് കേട്ടോ. അപ്പോൾ ഇന്നലെ രാത്രി നമ്മൾ പറഞ്ഞ കണക്ക് ഇന്നലെ രാത്രി അണ്ണന്മാർ അവിടെ ഇവിടെയൊക്കെ പാത്തും പതുങ്ങിയിരുന്ന് വരുന്നുണ്ടായിരുന്നു കേട്ടോ. എന്തൊക്കെയാണെന്നറിയാം, പിന്നെ അനീഷ് അട്ടർ ഫേക്ക്, അതുപോലെ അതിന് മുമ്പ് തന്നെ അനീഷ് എന്ന വൻമരം വീണു എന്നൊക്കെ പറഞ്ഞാണ് ചില അണ്ണന്മാർ എഴുതിയിരുന്നത്. അപ്പോൾ വൻമരം വീണില്ല എന്ന് കണ്ടപ്പോഴത്തേക്ക് അനീഷ് അട്ടർ ഫേക്ക്, അതുപോലെ തന്നെ അനീഷിൻ്റെ ഗെയിം പൊളിഞ്ഞു, അനീഷിന് ഇനി ഗെയിമേ ഇല്ല, എൻ്റെ ഗെയിം കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടാണ് തമ്പിനയിലും അതുപോലെ തന്നെ ടൈറ്റിലും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം അല്ലേ. അപ്പോൾ കുറേ അണ്ണന്മാർക്ക് കുരു ഇങ്ങനെ പൊട്ടി ഒലിച്ചിട്ട് ഒരു തരത്തിലും അവർക്ക് പറ്റുന്നില്ലെന്നേ. അനീഷിനെ ഒന്ന് എഴുന്നേപ്പിച്ച് നിർത്തി. അനീഷിനെ അവിടെ എന്തിനാണ് എഴുന്നേപ്പിച്ച് നിർത്തിയത്? ലാലേട്ടൻ എന്താണ് അനീഷിനോട് ചോദിച്ചത്? നിങ്ങൾക്ക് PR അറിയില്ലേ അനീഷേ? PR എന്താണെന്ന് അറിയില്ലേ? അപ്പോൾ എന്താണ് അനീഷ് പറഞ്ഞത്? PR എന്ന് പറയുന്നത് അത്ര ഡീപ്പായിട്ട് അറിയില്ല. ഇപ്പോൾ PR എന്ന് പറയുന്നത് ചിലപ്പം ഇതിനേക്കാൾ വലുതുണ്ടാവും. എനിക്കറിയാവുന്ന അറിവ് വളരെ പരിമിതമായ അറിവുകളായിരിക്കും. അപ്പോൾ പറഞ്ഞു PR എന്ന് പറയുന്നത് എന്താണ് നിങ്ങൾക്കറിയാവുന്ന അറിവെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു കുറേ ആൾക്കാർക്ക് ഒരാളെ ഏൽപ്പിക്കുക, അവർക്ക് കാശ് കൊടുക്കുക, കാശ് കൊടുത്തിട്ട് ഇവരുടെ കാര്യങ്ങൾ മുഴുവൻ ചെയ്തിട്ട് ഇവരെ വിജയിപ്പിക്കാനായിട്ട് നോക്കുക. അപ്പോൾ പറഞ്ഞു അങ്ങനെ വിജയിപ്പിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? നമ്മൾ ഇവിടെ മര്യാദയ്ക്ക് കളിച്ചെങ്കിലല്ലേ പറ്റൂ. അത് കറക്റ്റാണ്, ഇവിടെ മര്യാദയ്ക്ക് കളിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവരെന്തെങ്കിലുമൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട് ഇവർ എന്തിനെങ്കിലുമൊക്കെ ക്യാമറയുടെ മുന്നിലോ അവിടെ ഇവിടെയൊക്കെ പോയി നിന്ന് കാണിച്ചു കഴിഞ്ഞാൽ ആ റീൽസൊക്കെ എടുത്തിട്ട് ഇവർ ബൂസ്റ്റപ്പ് ചെയ്യും. ഇതാണ് PRൻ്റെ വർക്ക്. അത് തന്നെ അനീഷ് പറഞ്ഞു. അയാൾക്ക് മനസ്സിലായ കാര്യം അയാൾ പറഞ്ഞു, ഭയങ്കര ഡീപ്പായിട്ട് മനസ്സിലായില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതൊരു മാനിപ്പുലേഷനാണ്. അയാൾക്ക് മനസ്സിലായില്ല, അയാൾക്ക് PR എന്താണെന്നൊന്നും അറിയത്തില്ലൊന്നും അയാൾ പറഞ്ഞിട്ടില്ല. PR എന്ന് പറയുന്ന കൊളാബറേഷൻ. അപ്പോൾ അയാൾ പറഞ്ഞ എന്താണ് കൊളാബറേഷൻ, ഒരു തരത്തിലുള്ള PR അല്ല, ഇവരെ ആൾക്കാരെ എല്ലാം ഏൽപ്പിച്ചിട്ട് വന്നേക്കുമല്ലേ. അപ്പോൾ ലാലേട്ടനെ പോലുള്ള ഒരാൾ അങ്ങനെയല്ലേ പറയത്തുള്ളൂ. കാരണം അദ്ദേഹത്തിനും ഇതേപോലെ കൊളാബറേഷനിൽ ഡ്രസ്സുകളും കാര്യങ്ങളും, അദ്ദേഹം ഒരു നടനല്ലേ, തീർച്ചയായിട്ടും അത് വാങ്ങിക്കും, അത് കിട്ടും. മറ്റുള്ളവരുടെ ബ്രാൻഡ് ഇട്ടെങ്കിലല്ലേ പുള്ളിക്ക് മറ്റുള്ളൊരു ഒരു ബ്രാൻഡിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം അത് സ്വീകരിക്കും. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് അത് ന്യായീകരിച്ച് മാത്രമേ സംസാരിക്കാൻ പറ്റൂ. അദ്ദേഹത്തിനെ നമുക്ക് അതിനെ ഒരിക്കലും കുറ്റപ്പെടുത്താനും പറ്റില്ല. അതിന് ഇത്ര വലിയ അട്ടർ ഫേക്ക് എന്നൊക്കെ പറയേണ്ട കാര്യം എന്തുകൊണ്ട്? പുള്ളിക്ക് അറിയാവുന്ന കൊളാബറേഷൻ പറഞ്ഞു. പുള്ളിക്ക് ആപ്പെടുന്ന കഴിഞ്ഞ പ്രാവശ്യം ഒരു ഉടുപ്പാണ് വന്നത്. പുള്ളി കാശ് കൊടുത്ത് ഒരു കൂട്ടുകാരൻ, ദുബായിക്കാരൻ ഒരു കൂട്ടുകാരൻ കാശ് അയച്ചു കൊടുത്ത് അദ്ദേഹം കടയിൽ നിന്ന് വാങ്ങിച്ചാണ്. അപ്പോൾ ചോദിച്ചു, അപ്പോൾ നിങ്ങൾ എവിടെ നിന്നാണ് ഡ്രസ്സ് വാങ്ങിച്ചത്? ഞാൻ എൻ്റെ നാട്ടിലൊരു കടയിൽ നിന്നാണ് വാങ്ങിച്ചത്. അപ്പോൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ അതൊരു കൊളാബറേഷൻ അല്ലെന്ന് പറഞ്ഞ് ലാലേട്ടൻ ചിരിച്ച് കളിയാക്കുവാണ്. അപ്പോൾ പറഞ്ഞു ഞാൻ കാശ് പൈസ കൊടുത്താണ് വാങ്ങിയെന്ന്. കൃത്യമായ മറുപടി. അദ്ദേഹം പൈസ കൊടുത്ത് വാങ്ങിക്കുന്നത് എങ്ങനെയാണ് കൊളാബറേഷൻ ആവുന്നത്? ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാ ആഴ്ചയിലും തുണി വന്നുകൊണ്ടിരിക്കുകയാണ്. അതൊരു തരത്തിലുള്ള PR വർക്കാണ് ഇപ്പം നമ്മൾ ചെയ്യുന്നത്. ഇപ്പം ഞാനിപ്പം അനീഷിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു തരത്തിലുള്ള PR വർക്ക് പോലെയാണല്ലോ. കാശ് വാങ്ങിക്കുന്നില്ലെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ടുള്ള PR ആണുകൾ നമ്മളല്ല. തീർച്ചയായിട്ടും നമ്മൾ സമ്മതിക്കുന്നു. കാരണം നമ്മൾ ചാനലിൽ കൂടെ നമ്മൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് വീഡിയോ ഇടുന്നു, അല്ലെങ്കിൽ അനിമോൾക്ക് വേണ്ടി വീഡിയോ ഇടുന്നു, അനിമോളുടെ പാട്ട് കട്ട് ചെയ്തിടുന്നു, അതുപോലെ തന്നെ പിന്നെ ഷാനവാസിക്കാരുടെ പാട്ട് കട്ട് ചെയ്തിടുന്നു. അപ്പോൾ നമ്മൾ ഇവരുടെ എല്ലാം PRകളെന്നേ മറ്റുള്ളവർക്ക് പറയാൻ പറ്റൂ. ഫാൻസ് എന്ന് പറയുന്ന ഒരു തരത്തിലുള്ള, പിന്നെ കമൻറ്റ് ഇടുന്നവർ PR എന്ന് വിളിക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ നമ്മളെ യൂട്യൂബ് ചാനലൊക്കെ നടക്കുന്നവർ നമുക്കിപ്പോൾ ഇഷ്ടമുള്ള ആൾക്കാരുടെയൊക്കെ കട്ടിങ് ഒക്കെ എടുത്ത് ഇപ്പം ഞാൻ രാവിലെ പാട്ടിടും, എനിക്ക് കിട്ടുവാണെങ്കിൽ അവരുടെയൊക്കെ ചെറിയ ചെറിയ ഷോർട്സൊക്കെ എടുത്തിട്ട്, ഷോർട്ട് മീൻസ് അവരുടെ പിന്നെ ഒരു പിക്ക് എടുത്തിട്ട്, അല്ലാതെ ഇടാൻ നമുക്ക് കോപ്പിറൈറ്റ് വരുന്നുണ്ട്, നമ്മളത് ചെയ്യില്ല. എന്നിട്ട് ആ പാട്ട് യൂട്യൂബിൽ പോയിട്ട് നമ്മൾ കണ്ടുപിടിച്ചിട്ടാണ് നമ്മളത് യൂട്യൂബിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്തിട്ടാണ് ഈ പാട്ടാണ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ രാവിലെയൊക്കെ പാട്ടിട്ട് തരുന്നത്. ഷോർട്ട് വീഡിയോസ് അനീഷേട്ടൻ്റെ ഇടും, അതുപോലെ തന്നെ അനിമോളുടെ ഇടാറുണ്ട്, ഷാനുക്കാട് ഇടാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പാട്ടുകളൊക്കെ ഞാൻ അങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ അനിമോളും പിന്നെ അനീഷേട്ടനുമാണ് എല്ലാ ദിവസവും രാവിലെ ആ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഞാൻ മിക്കവാറും എൻ്റെ ഷോർട്ട് വീഡിയോസ് എടുത്ത് നോക്കിയാൽ അറിയാം നിങ്ങൾക്ക് ആ പാട്ടുകൾ അവിടെ ഉണ്ട്, പല പാട്ടുകളും അവിടെ ഉണ്ട്. അതേ കണക്ക് ഇപ്പം ബിബി ഡാൻസിൻ്റെ മുഴുവൻ മിക്കവാറും എല്ലാവരുടെയും ആദില, അതേപോലെ തന്നെ 1-2 പേരുടെ ഒഴിച്ച് ബാക്കി എല്ലാ ആൾക്കാരുടെയും പാട്ടിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് തന്നെ ഒരു PR. ഇതാണ് ലാലേട്ടൻ ചോദിച്ചത്. പിന്നീട് ചോദിച്ചു, നിങ്ങൾ 5 വർഷം ലീവ് എടുത്തിട്ട് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല എന്നൊരു ചോദ്യം ചോദിച്ചു. അപ്പം അദ്ദേഹം കൃത്യമായ മറുപടിയാണ് പറഞ്ഞേക്കുന്നത്. അദ്ദേഹം 5 വർഷം ലീവ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 2 വർഷമേ ആയിട്ടുള്ളൂ. ഈ 2 വർഷം അദ്ദേഹം ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ബുക്ക് എഴുതി കഴിഞ്ഞു, തിരക്കഥ എഴുതുന്നു. കഴിഞ്ഞ വർഷം അദ്ദേഹം ബിഗ് ബോസിലേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു, കിട്ടിയില്ല. ഈ വർഷം കിട്ടി. ഇനി ബാക്കി 3 വർഷം അപ്പോൾ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇനി ബുക്കുകൾ എഴുതണം, തിരക്കഥ എഴുതാനുണ്ട്, അങ്ങനെയുള്ള കുറച്ച് പ്ലാനിങ് ഒക്കെയാണ്. അപ്പോൾ കുറേ പ്ലാൻസ് ഒക്കെ ഉണ്ട്. ഉണ്ട്, ഇത്രയേ ഉള്ളൂ. അവിടെ അത് കഴിഞ്ഞു. പിന്നെ അദ്ദേഹത്തിൻ്റെ ഗെയിം കൊളിഞ്ഞു, അട്ടർ ഫ്ലോപ്പാണ്. പിന്നെ ഈ ഡേറ്റ് 12 ദിവസം 3 ദിവസമേ ആയുള്ളൂ വിളിച്ചിട്ടെന്ന് ചോദിച്ചു. അതാണ് ലാലേട്ടൻ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി ചോദിച്ച ഒരേ ഒരു സംഗതിയുള്ളൂ. അപ്പോൾ പറഞ്ഞ് 10-12 ദിവസമായി എന്നാണ് ലാലേട്ടൻ പറഞ്ഞത്. എനിക്ക് തോന്നുന്നത്, എനിക്ക് അതിൻ്റെ കയ്യിൽ നമുക്ക് വിളിച്ചതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. അപ്പോൾ പറഞ്ഞു അത്രയൊന്നും ആയിട്ടില്ല എന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു. അത്രയും ആയിട്ടുണ്ട്, തെളിവ് വേണോ? അല്ലാണ്ട് PRൻ്റെ തെളിവല്ല. ഇത്രയും ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്യാൻ കുറേ അണ്ണന്മാർ ഇറങ്ങിയതുകൊണ്ട് ഇത് എപ്പിസോഡ്
എപ്പിസോഡ് കാണാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എപ്പിസോഡ് കണ്ടിട്ട് പെട്ടെന്ന് മനസ്സിലാവാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരെ അല്ലെങ്കിൽ മനസ്സിലായ ആൾക്കാരെ കൂടി മാനിപ്പുലേറ്റ് ചെയ്ത്, മനസ്സിലായ ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്യുന്നതാണല്ലോ, അല്ലെങ്കിൽ അത് ചിന്തിക്കാതിരിക്കുന്ന, അല്ലെങ്കിൽ പെട്ടെന്ന് അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത ആൾക്കാരെ മാനിപ്പുലേഷൻ ആണല്ലോ ഈ ഇതേണക്കുള്ള അണ്ണൻ യൂട്യൂബേഴ്സിൻ്റെയൊക്കെ പ്രധാന അജണ്ട. അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അട്ടർ ഫേക്ക് അനീഷിൻ്റെ ഗെയിം പൊളിഞ്ഞ. അനീഷിൻ്റെ ഗെയിം എവിടെയാണ് പൊളിഞ്ഞ? അനീഷ് കഴിഞ്ഞ ദിവസം മീൻസ് ഇപ്പോൾ ഇന്നലത്തെ എപ്പിസോഡിന് മുമ്പ് എവിടെയാണോ നിന്നത് ആ ഗ്രാഫിൽ നിന്ന് ഒരു പടി അല്ലെങ്കിൽ 2 പടി കൂടി മുന്നിലേക്കാണ് എത്തിയത്. ഇതെൻ്റെ ഒരു കാഴ്ചപ്പാടാണ്. അദ്ദേഹത്തിൻ്റെ ഗ്രാഫ് ഉയർന്നതേ ഉള്ളൂ, ഒരിക്കലും താഴ്ന്നിട്ടില്ല. കുറച്ചും കൂടി ആൾക്കാർ അയാളെ ഇഷ്ടപ്പെട്ടു തുടങ്ങി. കാരണം അതും അയാളുടെ മറുപടിയിൽ നിന്നാണ്. ആരെയാണ് നിങ്ങൾക്ക് എഴുന്നേൽപ്പിച്ച് നിർത്തിയിട്ട് എവിക്ഷൻ നോമിനേഷനിൽ വരാനുള്ള ആൾക്കാരിൽ എഴുന്നേൽപ്പിച്ച് നിർത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ സത്യസന്ധത നമ്മൾ കണ്ടതാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഞാൻ വീണ്ടും അത് ആവർത്തിക്കുന്നില്ല. നമ്മൾക്ക് ഒരു മനുഷ്യൻ ഒരു ഹൃദയത്തിലേക്ക് സ്നേഹമായിട്ട് എടുത്തു കഴിഞ്ഞാൽ ആ ഹൃദയത്തിൻ്റെ ഏതെങ്കിലും ഒരറ്റത്ത് അവരുടെ ആ ഒരു സ്നേഹം എന്നും നിലനിൽക്കുന്ന ആൾക്കാരാണ് ഇതുപോലെയുള്ള മനുഷ്യന്മാർ. അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ നമ്മുടെ ചുറ്റുമുണ്ട്. പക്ഷേ പല ആൾക്കാർക്കും അതില്ലാത്തതും അതാണ്. കാരണം കാര്യം സാധിക്കാൻ വേണ്ടി കൂട്ടുകൂടുക, എന്നിട്ട് കാര്യം സാധിച്ചു കഴിയുമ്പോൾ പോകുന്നവരെ നമ്മൾ പാലം കിടക്കുവോളം നാരായണ, പാലം കടന്നു കഴിഞ്ഞാൽ കൂരായണ എന്ന് പറയത്തില്ലേ, അതുപോലെ പിന്നിൽ നിന്ന് കുത്തുവാണ്. പാലം അങ്ങോട്ട് കടക്കുന്നവരെ കൈ പിടിക്കണം. പാലം കടന്നു കഴിഞ്ഞാൽ തിരിഞ്ഞ് പുറങ്കാല് കൊണ്ട് ഒറ്റ ചവിട്ട് കടത്തി വെള്ളത്തിലിടും. അപ്പോൾ ഇതേ കണക്കുള്ള കുറേ ആൾക്കാരുണ്ട്. ഗെയിമേഴ്സാണ്, എല്ലാവരും ഗെയിം കളിക്കാൻ വന്നതാണ്, എല്ലാവർക്കും കപ്പ് വേണം, അതൊക്കെ കറക്റ്റാണ്. പക്ഷേ നമുക്കൊരു ഹ്യൂമാനിറ്റി, ഒരു മാനുഷിക പരിഗണന എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ അതെന്തുകൊണ്ടാണ് അനീഷിന് ഷാനവാസിനോടുണ്ടെന്ന് പറഞ്ഞാൽ അയാളൊരു അസുഖക്കാരനാണ്, അയാളൊരു ഹൃദ്രോഗി എന്നുള്ള ഒരു മാനുഷിക പരിഗണനയാണുള്ളത്. അല്ലാണ്ട് അയാൾക്ക് ഇയാളോട് സ്നേഹം തോന്നുന്ന ഒരു കാര്യമില്ല. അപ്പോൾ അതും ഒരു സ്ട്രാറ്റജി എന്നുള്ള രീതിയിലാണ് ഇവർ പറയുന്നത്. 60 ദിവസവും മരുന്നെടുത്ത് കൊടുത്താൽ 60 ദിവസവും മെഡിസിൻ എടുത്തു കൊടുക്കാമെങ്കിൽ 61ാമത്തെ ദിവസം എടുത്തു കൊടുക്കുമ്പോൾ നീ 60 ദിവസവും നീ സ്ട്രാറ്റജിക്ക് വേണ്ടിയിട്ടാണ് മെഡിസിൻ എടുത്ത് കൊടുക്കുന്നതെന്ന് പറയുന്ന വിവരക്കേടാണ് നമ്മുടെ ഷാനവാസ് ഇക്കയുടെ കയ്യിൽ. അതേ ഉള്ളൂ നമുക്കും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യം. പിന്നെ പുറകെ നടന്ന് യാദല നൂറയുമായിട്ട് കുത്തിയത്. അപ്പം നമ്മളിത് ഹൗസിലെ കാര്യമല്ല, ഹൗസിൽ ഇങ്ങനെ നടക്കട്ടെ, അവർ തമ്മിൽ കളിക്കട്ടെ. പക്ഷേ പുറത്തുള്ള അണ്ണന്മാർ എന്തെങ്കിലും ഒരു ചെറിയ കാര്യങ്ങൾ കിട്ടിയപ്പോൾ തന്നെ അതിനെ എടുത്തു വെച്ച് അനീഷേട്ടനെ അട്ടർ ഫേക്ക്. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും അടുത്ത വീഡിയോ ഇടുന്നു, അനീഷിൻ്റെ ഗെയിം പൊളിഞ്ഞു. എന്താണ് അനീഷിൻ്റെ ഗെയിം? എവിടെ പൊളിയാനാണ്? അനീഷിൻ്റെ ഗെയിം ഇനി കിടക്കുന്നതല്ലേ ഉള്ളൂ. അനീഷ് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഇനി ഗെയിം കളിച്ചില്ലാലും കുഴപ്പമില്ല. അനീഷ് അവിടെ അതേ കണക്കങ്ങ് നിന്നാൽ മതി. അനീഷിൻ്റെ ഫാൻസിന് മനസ്സിലായി അനീഷ് എന്താണെന്ന്. കാരണം 70 ദിവസമാവാറായി. അപ്പോൾ അനീഷ് എന്താണ് എന്ന് പുറത്തെ ജനങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കിയതുകൊണ്ട് ഇനി അനീഷ് ഗെയിം കളിച്ചില്ലേലും കുഴപ്പമില്ല, അനീഷ് ഇതാണ്. പക്ഷേ അനീഷ് ഗെയിം കളിക്കും. അനീഷിന് ഗെയിമിനോട് ആത്മാർത്ഥയാണ്. എന്ത് കാര്യം വളരെ സിൻസിയറായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. 1-2 കമൻറ്റ്സ്, വളരെ ചെറിയ 1-2 കമൻറ്റ്സ് ഞാൻ കണ്ടു. അയാൾ എന്ത് കളിയാണ് അവിടെ കളിക്കുന്നതെന്ന്. അയാൾ എന്ത് കളിയാണെന്ന് നിങ്ങൾ കാണുന്നില്ലേ? വേറെ ആരാണ് അവിടെ കളിക്കുന്നത്? അയാളല്ലാതെ വേറെ ആരാണ് അവിടെ കളിക്കുന്നത്? ഈ കളി എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? പിന്നെ അയാൾ എന്ത് എൻ്റർടൈൻമെൻറ്റാണ് കൊടുക്കുന്നത്? അയാൾക്ക് കൊടുക്കുന്ന കാര്യങ്ങൾ, അയാൾക്കിപ്പം പിന്നെ ഒരു ബീബി ഡാൻസ് കൊടുത്തു, കണ്ണീർ മഴയത്തെന്ന് പറയുന്ന കരച്ചിലിൻ്റെ ഒരു ഡാൻസാണ് കൊടുത്തത്. അയാൾക്ക് അവിടെ എന്ത് പെർഫോം ചെയ്യണം? ഒരു നല്ല സന്തോഷകരമായ ഒരു പാട്ടായിരുന്നെങ്കിൽ അയാൾ ആ പാടി അതുപോലെ മാക്സിമം ചെയ്യാൻ വേണ്ടി. ഡാൻസ് അറിയാത്ത ഒരാളായാലും നമുക്കൊരു നല്ലൊരു തുള്ളുന്ന ഒരു പാട്ട്, ടപ്പാങ്കൂത്ത് പോലെ ഒരു പാട്ട് കിട്ടിയാൽ നമ്മൾ അറിയാതെ തുള്ളിപ്പോവില്ലേ, അറിയാതെ നമ്മൾ ഡാൻസ് കളിച്ചു പോകില്ലേ? അത്രയേ ഉള്ളൂ. ഇത് കണ്ണീർ മഴയത്ത് കൊണ്ടുവന്ന് കൊടുത്താൽ പുള്ളി എന്ത് ചെയ്യാനാണ്? പുള്ളി കണ്ണീർ മഴയത്ത് പോലെ തന്നെ നടക്കാനല്ലേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ ചെയ്യാൻ പറ്റൂ. കാരണം ആ ഒരു വ്യക്തികൾക്ക് ഒരു ലിമിറ്റേഷൻ ഉണ്ട്, കളിക്കുന്നതിന് ലിമിറ്റേഷൻ ഉണ്ട്. ആ ലിമിറ്റേഷൻ്റെ കൂടെ ലിമിറ്റേഷനുള്ള പാട്ടും കൂടി കൊടുത്തു കഴിഞ്ഞാൽ ഇതേ അവസ്ഥയുള്ളൂ. പിന്നെ അയാൾ ഏത് ടാസ്ക് ചെയ്താലും അയാൾ മാന്യമായിട്ട് മാക്സിമം കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതെനിക്ക് 100% ഉറപ്പാണ്. അയാൾ ഏത് ടാസ്ക് ചെയ്താലും ആ ടാസ്കിനെ 100% ടാസ്കിനെ തലയിലേക്ക് എടുത്ത് അല്ലെങ്കിൽ ബ്രെയിനിലേക്ക് എടുത്തിട്ട് അത് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ചോദിക്കും ബോട്ടിൽ ടാസ്ക് എന്തുകൊണ്ടാണ് കൊളാക്കുന്നത്? അത് കൊളവാക്കിയാൽ എന്താണ്? അയാൾക്ക് അത് കിട്ടില്ല, അല്ലെങ്കിൽ അയാളെ മനഃപൂർവ്വം മാറ്റി നിർത്തുന്നു, അയാൾക്ക് കോയിൻ കൊടുക്കാത്ത അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ അയാൾ ജയിക്കരുത് എന്നുള്ള ഒരു പിടിവാശിയോട് ചെയ്തപ്പോഴാണ് അയാൾ അങ്ങനെ പ്രകോപനം കാണിച്ചത്. അതും വേണമല്ലോ, ഇതൊരു ഗെയിമല്ല. ഇതൊരുമാതിരി എപ്പോഴും എല്ലാം ചിരിച്ച് കളിച്ചു പോയാൽ നടക്കുമോ? അനുമോളെ നമ്മളവിടെ വളരെ നല്ല ഒരു ക്വാളിറ്റി കൺട്രോളർ അല്ലെ ക്വാളിറ്റി ഓഫീസറായിട്ട് ക്വാളിറ്റി മാനേജറായിട്ട് നിന്നല്ലോ. അത് നമുക്ക് ഇഷ്ടപ്പെട്ടല്ലോ. ഗെയിം എന്ന് പറയുന്നത് അങ്ങനെയാണ്. അതുപോലെ അക്ബർ നല്ലൊരു പിന്നെ ഒരു ട്രേഡ് യൂണിയൻ നേതാവായിട്ട് നിന്നല്ലോ. അല്ലാതെ ഏത് ടാസ്ക്കാണ് അനീഷ് ചെയ്യാത്തത്? അനീഷ് പിന്നെ അതുകൊണ്ട് കോണ്ടന്റ് ആരാണ് കൊടുക്കുന്നത്? എന്ത് തരത്തിലുള്ള വഴക്കായാലും
അതായാലും ഏതായാലും ഇതായാലും എല്ലാം അനീഷിൻ്റെ പുറകെയാണ് കോണ്ടന്റ്. 10 പേരും അനീഷിൻ്റെ പുറകെ നടന്നാണ് കോണ്ടന്റ് ഉണ്ടാക്കുന്നത്. ജയിലിൽ പോയാലും അയാളുടെ സംസാരമാണ് കേൾക്കുന്നത്. കാരണം വേറെ ഒന്നുമില്ല, അകത്ത് ശോകമാണ്. ലൈവ് കാണുന്ന എല്ലാവർക്കും അറിയാം, അകത്ത് വെറും ശോകമാണ്. അയാളില്ലാത്ത ഒരു സമയത്ത് അകത്താണെങ്കിൽ, അയാൾ ജയിലിലാണെങ്കിൽ അകം മുഴുവൻ ശോകം. അയാൾ അകത്തുണ്ടെങ്കിൽ മാത്രം അയാളുടെ പുറകെ നടന്ന് കോണ്ടന്റ് ഉണ്ടാക്കുക. ഇത് തന്നെയാണ് സംഭവം. പിന്നെ ആരാണ് കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നത്? എന്ത് തരത്തിലുള്ള കോണ്ടന്റ് ഉണ്ടെങ്കിലും അനീഷ് തന്നെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അത് ഷാനവാസ് ആയാലും പറയുന്നുണ്ടല്ലോ, അവൻ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കിയാണ്. മോർണിംഗിലായാലും എന്തെങ്കിലും പറഞ്ഞ് അവൻ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുകയാണ്. അപ്പോൾ കോണ്ടന്റ് ഉണ്ടാക്കുക അറിയാതെ തന്നെ, നമ്മളറിയാതെ ഒരു കോണ്ടന്റ് ഉണ്ടാക്കുക. അല്ലാതെ ഞങ്ങൾ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണം, നമുക്കത് ചെയ്യാം എന്ന് പരസ്പരം പറഞ്ഞുകൊണ്ട് കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാമല്ലോ. സ്വന്തമായിട്ട് നമ്മളൊരിക്കലും അങ്ങനെ ഒരു സംഭവം അപ്പോൾ ഉണ്ടായോ എന്ന് വിചാരിക്കുന്ന രീതിയിൽ കോണ്ടന്റ് ഉണ്ടാക്കുന്നതാണ് യഥാർത്ഥ റിയൽ ഗെയിമേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് അയാൾ ഉണ്ടാക്കുന്നുണ്ട് കൃത്യമായിട്ട്. അതല്ലേ നമുക്ക് വേണ്ടത്, കാണുന്ന മനുഷ്യന്മാർക്ക് വേണ്ടത്. പിന്നെ എപ്പോഴും വഴക്കിടുന്ന, അയാൾ ആരോടും വഴക്കിടാൻ പോകുന്നില്ലല്ലോ. അയാളോട് ഇങ്ങോട്ട് തള്ളിക്കയറി വന്ന് വഴക്കിടുന്ന ആൾക്കാരോട് മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ എത്രമാത്രം ഒരാളെ ചവിട്ടിത്താഴ്ത്താൻ ശ്രമിച്ചാലും അയാൾ പൂർവാധികം ശക്തിയോടെ ഉയർന്നു വരും. അതാണ് നമ്മുടെ പ്രകൃതി നിയമം. നമ്മൾ ഒരാളെ താഴ്ക്കാൻ ശ്രമിക്കുന്നതോടും, ഒരാളെ ഇകഴ്ത്താൻ ശ്രമിക്കുന്നതോടും അയാൾ പുകൾപ്പെറ്റ് വരുമെന്ന് പറയില്ലേ. അയാളെ മറ്റുള്ളവർ പുകഴ്ത്തപ്പെടും. നമ്മൾ ഇകഴ്ത്താൻ ശ്രമിക്കുന്തോറും അയാളെ പുകഴ്ത്താനായിട്ട് ഒരുപാട് ജനങ്ങൾ ഇങ്ങനെ വരും. അതാണ് ഇവിടെ സംഭവിച്ചത്. അനീഷിനെ എത്രമാത്രം ചവിട്ടിത്താഴ്ത്താനായിട്ട് മറ്റുള്ളവർ ശ്രമിക്കുന്നുണ്ടോ അത്രമാത്രം അയാൾ ഉയരത്തിലേക്ക് വന്ന് കപ്പ് അയാളുടെ കയ്യിലിരിക്കും. ലാലേട്ടൻ്റെ വലത് കയ്യിലിരിക്കുന്ന കപ്പ് അയാളുടെ കയ്യിലിരിക്കും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അണ്ണന്മാർ ചുമ്മാതെ കരഞ്ഞ് മെഴുകിയിട്ടൊന്നും ഒരു കാര്യമില്ല. അണ്ണന്മാർ ചുമ്മാ ഇരുന്ന് കണ്ണീര് തുടച്ച് മൂക്കും ചീറ്റി അവിടെ കാണാൻ മൂലയിലിരുന്ന് പറയാനേ പറ്റൂ. നിങ്ങളുടെയൊക്കെ സൗണ്ട് ഇങ്ങനെ പുറത്തോട്ട് വരട്ടെ. അപ്പം നിങ്ങളുടെയൊക്കെ യഥാർത്ഥ മനസ്ഥിതി ജനങ്ങൾക്ക് മനസ്സിലാകട്ടെ.